ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പ്രിൻസിപ്പാൾ വരെയുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ചുരുക്കി പറയുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി ജോലി കിട്ടിയ ഒരു അധ്യാപികയായി വിവിധ പ്രൊമോഷനുകളിലൂടെ കടന്നു പോകുന്നു, വിവിധ കോളേജുകളിലൂടെ വർക്ക് ചെയ്ത് മുന്നേറുന്നു. അപ്പോൾ അവിടെ സഹപാഠികൾ, സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥർ, എൻ്റെ അധ്യാപകർ, അതുപോലെ തന്നെ പ്രിൻസിപ്പാള്, അവരിൽ നിന്നൊക്കെ, സ്ഥാപന മേലധികാരികളിൽ നിന്നൊക്കെ ഞാൻ എന്തു പഠിച്ചു, എനിക്ക് കിട്ടിയ നേരിട്ട അനുഭവങ്ങൾ എങ്ങനെ അവിടെ പരിഹരിച്ചു, അതിലെ ശരി തെറ്റുകൾ ഞാൻ എങ്ങനെ മനസ്സിലാക്കി, അത് എന്നെ എങ്ങനെ സ്വാധീനിച്ചു, ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോൾ ചെറുതല്ല, പ്രീ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഞാൻ പഠിക്കുമായിരുന്നു. വളരെ മിടുക്കിയൊന്നും അല്ലെങ്കിലും എൻ്റെ നാട്ടിൽ കുറച്ചൊരു മാർക്കൊക്കെ ഉള്ള ഒരു സാമാന്യം പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കെപ്പോഴും ഞാൻ ഒന്നും പഠിക്കുന്നില്ല, അയ്യോ ഞാനൊന്നും പഠിക്കുന്നില്ല, പിറകിലായി പോകുന്നു എന്നുള്ള ചിന്തയായിരുന്നു. എന്നാലും എനിക്ക് മാർക്ക് വരുമ്പോൾ മറ്റുള്ളവരെക്കാളും ഒക്കെ മാർക്ക് കാണുമ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ നല്ല മെറിറ്റായി. കോളേജിലാണെങ്കിൽ പ്രീ ഡിഗ്രിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് കോളേജ് ഫസ്റ്റ് ഉണ്ട്, നല്ല മാർക്കുണ്ട്, 89% മാർക്കുണ്ട്, BSc മാത്തമാറ്റിക്സിന്. പക്ഷെ എനിക്ക് അന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അത്രയും മാർക്ക് കിട്ടി, ഫസ്റ്റ് കിട്ടിയിട്ട് എന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച്, അല്ല എൻ്റെ അധ്യാപകരോ വിളിച്ച് ഈ കുട്ടി ഏതാണെന്നോ കൊള്ളാമെന്നോ അങ്ങനെ ഒന്നും എനിക്കൊരു അല്ലെങ്കിൽ ഒരു പാരിതോഷികം ഒരു വാക്കായിട്ട് പോലും തന്നില്ല എന്നുള്ള ഒരു നിരാശ എനിക്ക് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു പാഠമായിരുന്നു. അതായത് എൻ്റെ ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ഒന്ന് നേടിയാൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് വിടണം എന്നുള്ളത്. അത് എൻ്റെ സർവീസും ഞാനത് പാലിച്ചിരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർ എഴുതി കഴിഞ്ഞാലോ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലോ, ഫാസ്റ്റായിട്ട് ചെയ്താലോ, ആദ്യം ചെയ്താലോ, അവരെന്തെങ്കിലും അച്ചീവ് ചെയ്താലോ അവരെ ഒന്ന് തട്ടി അവരോടൊരു നല്ല വാക്ക് പറയുന്ന, കൊള്ളാം, നന്നായിരിക്കുന്നു, മിടുക്കൻ, അല്ലെങ്കിൽ മിടുക്കി, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ അധ്യാപകരിലുണ്ട്. പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട്. നമ്മളിൽ നിന്ന്, അതായത് അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്കത് കിട്ടാതെ പോയതിൻ്റെ നിരാശ എനിക്ക് ഒരുപാട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന ഞാൻ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരുന്നു. ഇനി സഹപ്രവർത്തകരുടെ ഇടയ്ക്ക് വരുമ്പോഴും അവരവരുടെ കാര്യങ്ങളും അവരവരുടെ വർക്കുകളും അവരവരുടെ ടോപ്പിക്സും അവരവരുടെ സിലബസും ടൈം ടേബിളും ഒക്കെ ആയിട്ട് ഒരു പകുതിയെങ്കിലും സ്വാർത്ഥമായിട്ട് പോകുന്ന അറ്റ്മോസ്ഫിയറാണ് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു നിസ്വാർത്ഥ സേവനമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതും ചെയ്യാൻ ആഗ്രഹിച്ചതും ചെയ്തതും എന്ന് തന്നെയാണ്. ഞാൻ ചെയ്യാൻ പരിശ്രമിച്ചത് ഒരു നിസ്വാർത്ഥ സേവനമാണ്. അത് ഏതളവ് വരെ എത്തി എന്നുള്ളത് മറ്റുള്ളവർ പറയണം. കാരണം എല്ലാത്തിനും ഒരു സപ്പോർട്ടായിട്ടും ഒക്കെ നിൽക്കണമെന്നുള്ളതാണ്. പലപ്പോഴും ആശയ ഇല്ലായ്മയും പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ പ്രൊഫഷൻ, അതിൻ്റെ വിവിധ വശങ്ങൾ, അത് ക്ലാസ് എടുക്കുന്നതായാലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായാലും നോട്ട്സ് ആയാലും കുട്ടികളോടായാലും സഹപ്രവർത്തകരോടായാലും വളരെ ആത്മാർത്ഥമായിട്ട് പരസ്പര ബഹുമാനത്തോടെ പോകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു പരിധിവരെ അതിന് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യം വരുമ്പോൾ അവിടെ
പലതരം ഐക്യമുള്ള കുട്ടികളുണ്ട്, പല രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്, പല മേഖലകളിലുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ ഒരു അധ്യാപകന് കഴിയണം. അത് എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് പാളി പോകുന്നിടത്ത് പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികളെ സമഭാവനയോടെ കാണുക, ഒരുമയോടെ കാണുക, ഒന്നായി കാണുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകൾ സമമായി വീതിച്ചെടുക്കുക. ഒരാളുടെ മണ്ടയിൽ എല്ലാം കൂടെ തള്ളി കൊടുത്തിട്ട് അവർ കൊണ്ടു നടക്കണം, ബാക്കിയുള്ളവർ വിശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ച് അതൊന്നും എനിക്കിഷ്ടമായിരുന്നില്ല. അപ്പം ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുകയും അതിനോടെല്ലാം പൊരുതുകയും അതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ HODയുടെ റോള്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോള്, ഈക്വലായിട്ട് വർക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാവരെയും ഒരേപോലെ കാണാനും സമഭാവനയോടെ കാണാനും പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റിലെങ്കിലും മറന്നു പോകാറുണ്ട്. ഞാനിതെല്ലാം കോപ്പി ചെയ്ത് വെച്ചിരുന്നു. ഒരിക്കലും അങ്ങനെയാകരുത്. അതൊക്കെ എനിക്ക് ഒരുപാട് വലിയ പാഠങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്, ഇൻസിഡൻസ് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പാളിൻ്റെ ചുമതലകൾ, പ്രിൻസിപ്പാളിൻ്റെ കർമ്മകുശലത, പ്രിൻസിപ്പാളിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹം എടുക്കുന്ന നടപടികൾ, അദ്ദേഹത്തിൻ്റെ നിലപാട്, ഇതെല്ലാം നമ്മളെല്ലാവരെയും ബാധിക്കും. വിദ്യാർത്ഥികളെ ബാധിക്കും, ജീവനക്കാരെ ബാധിക്കും, സൊസൈറ്റിയെ ബാധിക്കും. അവിടെയൊക്കെ ഓരോ പ്രിൻസിപ്പൽമാരുടെയും നിലപാടുകളും സ്വഭാവവും അവരുടെ മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയും അല്ലെങ്കിൽ കപ്പാസിറ്റി കുറവും കൂടുതലും അഭിപ്രായങ്ങളും എല്ലാം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം വാച്ച് ചെയ്യുമായിരുന്നു. അവരെങ്ങനെ വിജയിക്കുന്നു, എങ്ങനെ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ എവിടെയാണ് തെറ്റ്, എന്താണ് ശരി, എന്തുകൊണ്ട് അതിൻ്റെ മറുവശം പ്രതിഫലിച്ചു, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് എങ്ങനെ പോയി എന്നൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ അടി കൂടുന്നതായാലും ക്യാമ്പസിൽ അപകടം നടക്കുന്നതായാലും അതിനൊക്കെ ഓരോ തീരുമാനങ്ങൾ അപ്പോഴപ്പോഴും കമ്മിറ്റികളും എല്ലാവരും കൂടി ചേർന്നെടുക്കും. അതിൽ വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഞാനൊന്ന് വിശകലനം ചെയ്യും. എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് വിശകലനം ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് അവനെ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒപ്പം അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും ഒരു മോട്ടിവേറ്ററായിട്ട് നിൽക്കാനും ഒരു അധ്യാപകൻ പരിശ്രമിക്കണം. അത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ ടീച്ചേഴ്സാകുമ്പോൾ ടീച്ചേഴ്സിൻ്റെ റോള് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം നന്നായിട്ട് പോർഷൻസ് പഠിക്കുക, അപ്ഡേറ്റ് ചെയ്യുക, കാലോചിതമായിട്ട് അതിനെ പുനരാവിഷ്കരിക്കുക. കഴിഞ്ഞ വർഷം വന്ന കുട്ടിയല്ല ഈ വർഷം വരുന്നത്, ടോപ്പിക്ക് സെയിം ആയിരിക്കാം, പക്ഷേ കുട്ടി വ്യത്യാസമാണ്. അവൻ കുറച്ചുകൂടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതി നേടിയവനാണ്. മാറി മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് അവൻ്റെ ആന്തരിക ഘടനയ്ക്ക്, അവൻ്റെ ബുദ്ധി വികാസത്തിന്, അവൻ്റെ തലച്ചോറിന് മാറ്റം വന്ന, വ്യതിയാനം വന്ന കുട്ടിയാണ്. കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതോ ഓൾഡ് സിലബസോ അല്ല അവന് വേണ്ടത്. അവൻ്റെ തുടർന്നുള്ള ഭാവിക്കും സൊസൈറ്റിക്കും ആവശ്യമായ രീതിയിൽ അവനെ പ്രാപ്തനാക്കി എടുക്കണം എന്നുള്ള ഒരു ഉൾവിളി അതെനിക്ക് എപ്പോഴും ഞാൻ കീപ്പ് ചെയ്തിരുന്നു. അതായത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നിലപാട്, അതിലെ ശരിതെറ്റുകൾ എനിക്ക് ഭയങ്കര നിഷ്കർഷതയായിരുന്നു. എല്ലാവരെയും സമഭാവനയോടെ കാണണം, ഒന്നിപ്പിച്ചു കൊണ്ടുപോകണം, ഒരു ഐകകണ്ഠേനയുള്ള ഒരു തീരുമാനം എടുപ്പിക്കണം, അതിൽ അവരെ അനുനയിപ്പിച്ച് സഹകരിപ്പിച്ച് അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ പ്രിൻസിപ്പൽഷിപ്പ് ആകുമ്പോഴും അതെ, ഞാൻ അങ്ങനെ ഒരു സ്ഥാപന മേലധികാരിയുടെ
നിലപാടുകൾ, അഭിപ്രായങ്ങൾ സൊസൈറ്റിയിൽ എങ്ങനെ ബാധിക്കുന്നു, ഒരു കോളേജിൽ എങ്ങനെ, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ എങ്ങനെ ബാധിക്കുന്നു, അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത ഒരു സാഹചര്യം 26 വർഷം എൻ്റെ അനുഭവം എനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളും, ഓരോ അനുഭവങ്ങളും, ഓരോ കാര്യങ്ങളും, ഓരോ പേപ്പറും, ഓരോ ഫയലും നീങ്ങുമ്പോഴും അതിനകത്തൊരു വിദ്യാർത്ഥിയുടെ അനുഭവം കാണും, ഒരു ടീച്ചറിൻ്റെ അനുഭവം കാണും, ഒരു മേലുദ്യോഗസ്ഥയുടെ അനുഭവം കാണും, ഒരു പ്രിൻസിപ്പാളിൻ്റെ അനുഭവമുണ്ട്, സൊസൈറ്റിയിലെ ഒരു മെമ്പറിൻ്റെ അനുഭവമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ നിരവധി ഘടകങ്ങൾ ഞാൻ അപഗ്രഥിച്ചതിന് ശേഷമാണ് ആ ഫയലുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് അതിനകത്ത് ഒരുപാട്, ഇപ്പോൾ ഒരു ഫയൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു ജീവിതമായിരിക്കാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ വേണ്ട വിധത്തിൽ അതിനെ അതിൻ്റേതായ മെറിറ്റിൽ കൈകാര്യം ചെയ്താലേ അതിനൊരു ഔട്ട്കം വരും, ഒരു ഉപയോഗം വരും. ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അവർക്കത് ഉപയോഗപ്പെടണം. അല്ലാതെ നമ്മൾ ചെയ്തതുമാകണം, ഫയൽ നീങ്ങിയതുമാകണം, അവർക്കത് ഉപയോഗം വരാതെ ഇരിക്കും. ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. എപ്പോഴും ഞാനൊരു ഔട്ട്കം ഓറിയൻറ്റഡ്, ആർക്ക് വേണ്ടി ചെയ്യുന്നോ അവർക്കത് ഉപയോഗപ്പെടണം, ഉപകാരപ്പെടണം എന്നുള്ള നിലപാടോടുകൂടിയുള്ള പെരുമാറ്റമായിരുന്നു ഞാൻ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലപാട് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അറിയുമോ? എന്നെ അറിയുന്ന ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ആയിരുന്നോ ഈ സഫിയ ടീച്ചർ, ഈ പറയുന്നതൊക്കെ ശരിയാണോ, എവിടെയെങ്കിലും പാളിച്ചകളുണ്ടോ, അത് സത്യസന്ധമായിട്ട് കമൻറ്റുകളായിട്ട് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.